ഹായ്, ഇന്ന് നമുക്ക് ലൈനിങ്ങോട് കൂടിയുള്ള ഒരു ചുരിദാർ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വിത്ത് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ലൈനിങ് തുണിയിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് ഇതുപോലെ നമുക്ക് 4 ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. ഈ മടക്ക് ഭാഗം വരുന്നത് ഷോൾഡറിൻ്റെ ഏരിയയാണ്. ഈ ഷോൾഡർ ഏരിയയിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ 1/2 ഇഞ്ചിൽ നിന്ന് വേണം മറ്റളവുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയിലേക്കുള്ള ലെങ്ത്, ആം ഹോളിലേക്കുള്ള ലെങ്ത് 7 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ച്. 9.5 ഇഞ്ചിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുക. ഇനി തയ്യൽ തുമ്പ് നമുക്കൊരു 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടി മറക്കരുത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ഈ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തൊരു വര വരയ്ക്കുക. ഇത് ബാക്കിലെ കൈക്കുള്ള കുഴിയാണ് ആദ്യം വെട്ടുന്നത്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും അത് കർവായിട്ടൊന്ന് വരച്ചെടുക്കുക. നമ്മൾ ബാക്കിലെ കൈയിൽ നിന്നും കുറച്ച് ഇറക്കിയായിരിക്കും ഫ്രണ്ടിലെ കൈ വെട്ടിയെടുക്കുന്നത്. രണ്ടും തമ്മിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്നും കൂടെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. കറക്റ്റായിട്ട് വരയ്ക്കാൻ കിട്ടാത്തവർക്കൊക്കെ ആം ഹോളിൻ്റെ സ്കെയിൽ ലഭ്യമാണ്. അത് യൂസ് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബോഡി ഷേപ്പിലോട്ടുള്ള ലെങ്ത് 14 ഇഞ്ചിലാണ് എനിക്ക് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ആ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചാണ് എനിക്ക് ബോഡി ഷേപ്പ് വേണ്ടത്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ലിറ്റിലേക്കുള്ള ലെങ്ത് നമ്മുടെ ഹിപ്പ് ഏരിയയിൽ 21 ഇഞ്ചിലാണ് ഞാൻ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത്. 21 ഇഞ്ചിൽ വിഡ്ത്ത് 10 ഇഞ്ച് വിഡ്ത്തിലാണ്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 3 പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ പോയിന്റ് ചെയ്ത് വരയ്ക്കരുത്. അവിടെ നിന്ന് കർവ് ചെയ്ത് കൊടുക്കാം. പോയിന്റ് ചെയ്തെടുത്താൽ വൃത്തികേടായിരിക്കും. അവിടെ കർവ് ചെയ്തെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി. ഇനി തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും ഈ സ്ലിറ്റിൻ്റെ ഏരിയയിൽ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. അതും നമുക്കിതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാനായിട്ട്, കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് കഴുത്തിൻ്റെ വിഡ്ത്ത്, ഷോൾഡർ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. ഈ 6.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്ത് അവരവരുടെ ഇഷ്ടത്തിന് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 4 ഇഞ്ചിൽ ഒരു പോയിൻ്റ് കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി ആ 4 ഇഞ്ചിൽ നിന്നും 6.5 ഇഞ്ചിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ ഒരു മോഡൽ കഴുത്താണ് ഞാനിവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് നോക്കാം. മൊത്തം ഇറക്കം എത്രയാണെന്ന് നോക്കാം. ഇത് ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് ലെങ്ത് എടുക്കാം. എനിക്ക് മൊത്തം വേണ്ടത് 48 ഇഞ്ചാണ്. ലൈനിങ് തുണി ഇച്ചിരി ഇറക്കിയാണ് അടിക്കുന്നത്. അപ്പോൾ 45-ലാണ് ഞാൻ അടിക്കുന്നതും. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും വിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 46 ഇഞ്ച്. താഴ്ഭാഗത്ത് ഞാൻ സ്ട്രെയിറ്റ് കട്ട് എടുക്കുന്നതുകൊണ്ട് ഹിപ്പ് ഏരിയയിലും താഴെയും സെയിം വിഡ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. അതായത് 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട്, സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും വിട്ട് കൊടുത്തു. ശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി സ്ട്രെയിറ്റ് കട്ട് വേണ്ടാത്തവർക്ക് താഴെ ഇച്ചിരി വിരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അടിഭാഗത്ത് 12 ഇഞ്ചോ 13 ഇഞ്ചോ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഹിപ്പ് ഏരിയയിൽ നിന്നൊരു ചെരിഞ്ഞ ലൈനായിരിക്കും കിട്ടുക. മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും ഇതുപോലെ വരച്ചു കൊടുക്കുക.
ഇത് കൈക്കുഴിയുടെ ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി കഴുത്ത് നമ്മൾ ഇവിടെ ഇത് ഫ്രണ്ടിലെ കഴുത്താണ് ഈ വരച്ചിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ ബാക്കിലെ കഴുത്തിന് ബാക്കിലെ തുണിയിൽ തന്നെ വരച്ചെടുക്കണം. ഇവിടെ റഫായിട്ട് കാണിക്കാം. 3 ഇഞ്ചാണ് ഞാൻ ബാക്കിലെ കഴുത്തിന് എടുത്തിരിക്കുന്നത്. കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കർവായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കഴുത്ത് മെയിൻ തുണിയിൽ കൂടി വെട്ടിയെടുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഇത് ബാക്ക് പാർട്ടും. ഇതിൽ വേണം നമ്മൾ ബാക്കിലെ കഴുത്ത് വരച്ച് മുറിച്ചെടുക്കാനായിട്ട്. ഇത് ഫ്രണ്ടിലെ കഴുത്ത്, ഇതാണ് ബാക്കിലെ കഴുത്ത്. ആ റോസ് കളറിലുള്ളത് നമ്മൾ ഇതിലോട്ട് വരച്ചെടുത്തിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കൈക്കുഴി, നമ്മൾ ഫ്രണ്ടിലെ 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയിരുന്നല്ലോ, അത് നമുക്ക് വെട്ടി മാറ്റാം. ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് ഈ ലൈനിങ് തുണി വെച്ച് ആ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറക്കം ലൈനിങ് തുണിക്ക് ഇറക്കം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. മെയിൻ തുണിയിൽ ഞാൻ 48 ഇഞ്ചിലാണ് ഇറക്കം എടുക്കുന്നത്. പിന്നെ അടിഭാഗത്ത് ലേസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് മടക്കി അടിക്കാനായിട്ടുള്ള സ്പേസ് വിടുന്നില്ല. അതില്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് വിടണം. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് സെപ്പറേറ്റ് ആയിട്ട് കഴുത്ത് വെട്ടിയെടുക്കാം. അത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ആ ലൈനിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, കാരണം ഇത് മെയിൻ ക്ലോത്തിൽ വെച്ച് അടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു തയ്യൽ തുമ്പിനായിട്ട് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇത് കഴുത്ത് ഇതുപോലെ വെട്ടിയെടുക്കുക. അതുപോലെ ബാക്ക് പോർഷനിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ വെട്ടിയെടുക്കുക. മെയിൻ തുണിയിൽ നമ്മളിപ്പോൾ കഴുത്ത് വെട്ടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം, ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണ് കൈ ഇറക്കം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. എനിക്കിവിടെ വേണ്ടത് 12 ഇഞ്ചാണ് കൈയുടെ ഇറക്കം വേണ്ടത്. അടിയിൽ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് മടക്കി അടിക്കാനായിട്ട് ഞാൻ വിടുന്നില്ല, അല്ലെങ്കിൽ 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടെ വിടുക.
12 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഒരു 3.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കണം. ആ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വെട്ടിയെടുത്ത ആം ഹോളിൻ്റെ അവിടെ ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് മെഷർ ചെയ്യുക. 8.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ആ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിങ്ങനെ ഈ പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഇതുപോലെ താഴെ ഒരു 1/4 ഇഞ്ചും വിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. തയ്യൽ തുമ്പ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം ഇടാൻ. ഇനി കൈയുടെ താഴത്തെ വിഡ്ത്ത് എനിക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5.5 ഇഞ്ച് പകുതിയിൽ മാർക്ക് ചെയ്ത് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇഷ്ടാനുസരണം വിടുക. എന്നിട്ട് അവ തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കൈ. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഇനി ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൈയുടെ സെൻറ്റർ പോയിൻ്റ് നമ്മൾ തയ്ക്കുമ്പം അത് നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം.